നിക്ക് നീ ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. എന്ത് പണിയാടി കാണിക്കാൻ പോണ? എടാ പിന്നെ ഐസ്ക്രീം ഫ്രിഡ്ജിലല്ലാതെ അടുപ്പത്ത് വെക്കാനൊന്നും പറ്റത്തില്ലല്ലോ. എടാ വണ്ടിയുടെ അകത്ത് നിന്നല്ലാതെ പൊക്കത്ത് കയറുന്ന ഡോർ അടക്കണം. നിനക്ക് എന്താ കിച്ചു വട്ടാണോ? എന്താണ് കിച്ചു നിനക്ക്? അഴയില്ലാതെ പിന്നെ നിന്റെ തലയിൽ ഇരിക്കാൻ പറ്റുമോ? വെളിയിലിറങ്ങി പറയുന്ന നിക്ക്, വെളിയിലിറങ്ങ്. കിച്ചു നിന്റെ പ്രശ്നം നിന്നെ കൊണ്ട് ഹായ് എവരിവൺ, അപ്പൊ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അച്ഛ വീട്ടിൽ പ്രശ്നേഷ് കുമാറിനെ ഞാൻ എല്ലാവർക്കും പരിചയപ്പെടുത്തി തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഈ OCD ബാധിച്ച് തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായ ഒരു മനുഷ്യൻ, അങ്ങനെ വേണം പുള്ളിക്കാരനെ പരിചയപ്പെടുത്താൻ. എന്തായാലും വന്ന് ഈ പുള്ളിക്കാരന്റെ ഭ്രാന്ത് കാരണം സ്വന്തം ഭാര്യ വരെ സഹികെട്ടിരിക്കുകയാണ്. കാരണം ഇവന്റെ പണി എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറും ഭാര്യനെ ഉപദേശിക്കലാണ്. ഉപദേശിച്ച് ലാസ്റ്റ് ഭാര്യയ്ക്ക് വരെ സഹിയിടാൻ തുടങ്ങി. ഭാര്യയാണ് തിരിച്ച് നല്ലോണം പറയാനും തുടങ്ങി. എന്തായാലും ഇവന്റെ വീഡിയോസ് 2-3 നമുക്ക് കണ്ടുനോക്കാം. നീ ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ്. എന്ത് പണിയാടി കാണിക്കാൻ പോണ? എടാ പിന്നെ ഐസ്ക്രീം ഫ്രിഡ്ജിലല്ലാതെ അടുപ്പത്ത് വെക്കാനൊന്നും അല്ല പിന്നെ അങ്ങനെ ചോദിക്കങ്ങോട്ട്. അവന്റെ ഒരു ഒലക്കമേലെ ചോദ്യമായിട്ട് വന്നേക്കാണ്. ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണെന്നൊക്കെ. ഐസ്ക്രീം അങ്ങനെ വെക്കണ്ട. എന്ത് ചെയ്യണോ പറയാം, ഐസ്ക്രീം എടുത്ത് ചൂടുവെള്ളത്തിലൊക്കെ ഒന്നിട്ട് വാഷ് ചെയ്തതിന് ശേഷം കുറച്ച് ഡെറ്റോളൊക്കെ ഒഴിച്ച് വേണമെങ്കിൽ കുറച്ച് സാനിറ്റൈസറും കൂടെ ഒഴിച്ച് ഫ്രിഡ്ജിൽ വെക്കാം. ഇതല്ലാണ്ട് ഇതിനൊക്കെ എന്താ ഞാൻ പറയാ? ഇതിന് ഇത്ര കാര്യമായിട്ട് വന്ന് കണ്ടുപിടിച്ച് പ്രശ്നം നോക്കിക്കേ നിങ്ങള്. ബാക്കി കൂടെ ആണ് ഐസ്ക്രീം അടുപ്പത്ത് വെക്കാമെന്ന് ഞാൻ പറഞ്ഞ. ഒന്നാമത്തെ കാര്യം, ഇത് നമ്മളൊരു മാളിൽ നിന്ന് മേടിച്ചോണ്ട് വന്നതാണ്. അതിന് കൂട്ടത്തിൽ കിട്ടിയ തെർമൽ പേപ്പറിന്റെ ബില്ലാണിത്. അപ്പൊ ഇത് എന്തായാലും നല്ല രീതിയിൽ കെമിക്കലാണ്, ക്യാൻസറസ് ആണ്. അപ്പൊ അതുകൊണ്ട് അത് കൂട്ടത്തിൽ ഇരുന്ന സാധനം ആയതുകൊണ്ട് ഇത് നമ്മൾ ചുമ്മാ ഒന്നും ഫ്രിഡ്ജിൽ കയറ്റാൻ പാടില്ല. എന്നാ ഒരു കാര്യം ചെയ്യും, ഇനി മാളിൽ നിന്ന് ഐസ്ക്രീം വാങ്ങിക്കേണ്ട, വല്ല കടയിലും പോയി വാങ്ങിക്കും. അതാവുന്ന വിഷയമില്ലല്ലോ. ഇനിയിപ്പോ അതും വിഷയമാണെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഫാക്ടറി പോയി ഡയറക്റ്റ് വാങ്ങിക്കും. എന്തൊരു കഷ്ടമാണെന്ന് നോക്കിയാൽ. ആക്ച്വലി എന്താണ് ഇവന്റെ പ്രശ്നം? എന്തായാലും ഇത്രയൊക്കെ ആയില്ലേ, ഇനി ആശാൻ തന്നെ ഇതിനകത്തൊരു പ്രതിവിധി നിർദ്ദേശിച്ചാട്ടെ. മാളിൽ നിന്ന് ഇതൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് എത്ര പേര് ആ ഫ്രീസറിനകത്ത് കൈയിട്ട് എടുത്തിട്ട് തിരിച്ചു വെച്ചിട്ട് പോകണമെന്ന് അറിയാം. അപ്പൊ എല്ലാവരും കയ്യിലെ കണ്ടാമിനേഷൻ ഇതിന്റെ നമ്മൾ കൈയും കഴുകിയിട്ടുണ്ട്, ഈ കാണുന്ന കത്തിയും കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈഡിൽ നിന്ന് നൈസായിട്ട് തുറന്നു വിടാം. എന്നിട്ട് നമുക്ക് വൃത്തിയുള്ളൊരു പാത്രത്തിലോട്ട് അങ്ങ് എടുത്ത് മാറ്റാം. നമ്മൾ ഇതിനകത്തോട്ട് പിടിക്കാൻ പാടില്ല. നൈസായിട്ട് എടുത്തിട്ട് ഇങ്ങനെ അങ്ങ് ഒഴിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഫുൾ ഐസ്ക്രീം നമ്മൾ ഈ പാത്രത്തിലോട്ട്. എന്തോന്നടേ ഇത്? നീ ഐസ്ക്രീം പാത്രത്തിൽ വെച്ചിട്ട് പായസം പോലെ ആക്കിയിട്ട് കുടിക്കാൻ പോവാണോ? അല്ല, അറിയാത്തോണ്ട് ചോദിക്കുക. പല രീതിയിൽ ഐസ്ക്രീം കുടിക്കുന്നവരെ കണ്ടിട്ടുണ്ട്. അലിയിപ്പിച്ച് പാത്രത്തിൽ ഒഴിച്ച് ഇങ്ങനെ പായസം പോലെ കുടിക്കുന്നത് ആദ്യമായിട്ട് കാണുക. എന്നാലും ബാക്കി കൂടെ കണ്ടുനോക്കാം. നമ്മൾ ഈ പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഈ കവറും അതുപോലെ തന്നെ കത്തിയൊക്കെ മാറ്റിച്ചിട്ട് വീണ്ടും ഒന്ന് കൈ കഴുകി. അത് ശരി, ഇവൻ കൈ കഴുകി ഇവന്റെ പഞ്ചായത്തിലെ പിന്നെ പൈപ്പ് വെള്ളം ഫുള്ള് തീർക്കുമെന്നാ തോന്നുന്നത്. ബാക്കി കൂടെ കാണാം. കഴുകിയിട്ടുണ്ട്. ഇനിയിപ്പോ നല്ലൊരു പാത്രത്തിനകത്തോട്ട്, അതായത് മൂടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലോട്ട് നമ്മൾ ഈ ഐസ്ക്രീം മുഴുവനായിട്ട് അങ്ങ് ഒഴിക്കുവാണേ. ഓക്കെ, അപ്പൊ ഫുൾ അതവിടെ നിക്കട്ടെ. എന്റെ സംശയം അതല്ല. ആദ്യം എന്താ അവൻ ചെയ്തത്? ഐസ്ക്രീമിന്റെ പെട്ടി എടുത്തിട്ട് അത് തുറന്ന് അതിനകത്തുള്ള ഐസ്ക്രീം മൊത്തം ഒരു പാത്രത്തിൽ ഒഴിച്ചു. ഒരു സ്റ്റീലിന്റെ പാത്രത്തിലാണ് ഒഴിച്ച. എന്നിട്ട് ആ സ്റ്റീലിന്റെ പാത്രത്തിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് മാറി. അതും അടച്ചു വെക്കുന്ന പ്ലാസ്റ്റിക് പാത്രം എന്ന് എടുത്തു പറയുന്നുണ്ട്. അങ്ങനെ മാറ്റി കളിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പുള്ളിക്കാരൻ ഒരു കാര്യം ചെയ്താൽ പോരെ, ഡയറക്റ്റ് ആ പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഒഴിച്ചാൽ പോരെ. എന്നെ ആദ്യം സ്റ്റീൽ പാത്രത്തിലേക്ക് ഒഴിച്ചു. അല്ല, ഈ സ്റ്റീൽ പാത്രം എന്തിനാണ് അതിന്റെ ഇടക്ക് വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അല്ല, എന്റെ ഒരു ഡൗട്ടാണ് കേട്ടോ. ഈ പ്രശ്നേഷാകുമ്പോ അതിന്റെ പിന്നിൽ വല്ല കാരണം കാണുമായിരിക്കും. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ഈ പ്ലാസ്റ്റിക് പാത്രത്തിൽ ഐസ്ക്രീം വെക്കുന്നത് ഭയങ്കര ഡേഞ്ചർ ആണ്. ഐസ്ക്രീം പ്ലാസ്റ്റിക് പാത്രത്തിൽ ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ അതിന്റെ കെമിക്കലൊക്കെ ഐസ്ക്രീമിലേക്ക് വരും. അത് നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ്. അത് മാരകമായ ക്യാൻസർ പോലുള്ള അസുഖങ്ങളൊക്കെ വരുത്തുന്നതാണ്. അപ്പൊ അതൊന്നും ഈ പ്രശ്നേഷ് കുമാറിന് അറിയത്തില്ലേ. ബാക്കി ഇവിടെ കണ്ടുനോക്കാം. ഒന്ന് ടേസ്റ്റ് നോക്കാം എങ്ങനെ ഉണ്ടെന്ന്. കുറെയൊക്കെ അലുത്തു പോയി കേട്ടോ. അടിപൊളി, നല്ല ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റ് ഐസ്ക്രീം. അത് എന്തായാലും പറഞ്ഞു തന്നത് വളരെ നന്നായി. കാര്യം നമ്മളൊക്കെ വിചാരിച്ചത് ചോക്ലേറ്റ് ഐസ്ക്രീമിന് സ്ട്രോബെറിയുടെ ടേസ്റ്റ് ആണെന്നാണ്. താങ്കളുടെ ആ വിലയേറിയ ആ വിവരം തന്നതിന് വളരെ നന്ദി. നല്ല ചോക്ലേറ്റ് ഐസ്ക്രീമിന്റെ ടേസ്റ്റ് ഉള്ള ചോക്ലേറ്റ് ഐസ്ക്രീം നല്ല കഥയാണ്. ബാക്കി കൂടെ ഇല്ല. അപ്പൊ എന്തായാലും ഇങ്ങനെയാണ് നമ്മൾ പ്രോപ്പർ ആയിട്ട് ഐസ്ക്രീം വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഒരു പാത്രത്തിലൂടെ മാറ്റിയിട്ട് ഫ്രിഡ്ജിൽ കയറ്റേണ്ടത്. അല്ലാതെ നമ്മൾ കടയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന അതേ പാക്കറ്റോട് കൂടി തന്നെ ഫ്രിഡ്ജിനകത്ത് കയറ്റി കഴിഞ്ഞാൽ ഇതിന്റെ പുറത്തുള്ള അഴുക്കോ കണ്ടാമിനേഷനോ ഒക്കെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് വരാനും അതുവഴി നമ്മുടെ ബാക്കി എല്ലാ ഫുഡും കണ്ടാമിനേറ്റഡ് ആവാനും ചാൻസ് കൂടുതലാണ്. അപ്പോ താങ്കളുടെ വിലയേറിയ അഭിപ്രായത്തിനും ആ വിവരണത്തിനും ഒക്കെ നന്ദി. അപ്പൊ എന്തായാലും ഇനി ആരും ഐസ്ക്രീമിന്റെ പെട്ടി ഉൾപ്പെടെ ഫ്രിഡ്ജിൽ കയറ്റരുതെന്നാണ് പറയുന്നത് നമ്മുടെ പ്രശ്നേഷ് കുമാർ. അപ്പൊ എന്തായാലും ഇതൊന്നും കൊണ്ട് അവസാനിക്കുന്നില്ല കേട്ടോ. ഇതൊക്കെ കഴിഞ്ഞ് ഇവന്റെ ഭാര്യ കാറിലേക്ക് കയറാൻ പോകുമ്പോ അവരെ വീണ്ടും ഇവൻ വന്ന് ഉപദേശിക്കാൻ തുടങ്ങി. അതൊന്നും കണ്ടോക്ക്. അയ്യോ, അടിക്കല്ലേ, നിനക്ക് ബോധമുണ്ടാടി? വണ്ടി കയറിയാണോ ഡോർ അടക്കം? ഞാൻ ആദ്യം പുറത്തോട്ട് വന്നേ. എടാ വണ്ടിയുടെ അകത്തു നിന്നല്ലാതെ പൊക്കത്ത് കയറുന്ന ഡോർ അടക്കണം. നിനക്ക് എന്താ കിച്ചു വട്ടാണോ? വണ്ടി കയറിയാണോ ഡോർ അടയ്ക്കുന്നത്? എന്നാ ഒരു കാര്യം ചെയ്യാം, വണ്ടിയുടെ പുറത്ത് നിന്ന് ഡോർ അടയ്ക്കാം. അല്ലാണ്ട് എന്ത് ചെയ്യാന്? അല്ല, എന്തൊക്കെയാണ് ഇവന്റെ പ്രശ്നം? നിങ്ങൾ ഇതിനെ ഒന്ന് ആലോചിച്ച് നോക്കും. അല്ല, അത് ഇപ്പോഴും ഭാര്യയായിട്ട് ഇത്രയും നാളായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? ബാക്കി എല്ലാവർക്കും എന്നേ മനസ്സിലായിരിക്കും ഇയാൾക്ക് വട്ടാണെന്ന്. നിങ്ങൾക്ക് ഇപ്പോഴാണ് ഇച്ചിരിയെങ്കിലും ബോധോദയം ഉണ്ടായത്. വട്ടാണ്, നല്ല മുഴുവട്ട് OCD തലയ്ക്ക് കയറി പിടിച്ച് വട്ടായതാണ്. അല്ല, എന്താണ് ഇനി ഇവിടത്തെ പ്രശ്നം എന്നൊന്ന് കണ്ടോ. ഇത്ര നേരം വെയിലത്ത് കിടന്ന വണ്ടിയാണെന്ന് നിനക്ക് വല്ല ബോധം ഉണ്ടായിരുന്നു? എന്നിട്ട് കയറി ഡോർ അടച്ചേക്കോ? അതാണ് പ്രശ്നം. വെയിലത്ത് കിടക്കുന്ന വണ്ടിയിൽ കയറിയിരുന്ന് ഒരിക്കലും ഡോർ അടയ്ക്കരുതെന്ന്. ഡോറ് തുറന്നിട്ടിട്ട് വേണം വണ്ടി ഓടിക്കാൻ. അല്ല, അങ്ങനെ ചെയ്തില്ലെങ്കിൽ വലിയ പ്രശ്നമാണ് കേട്ടോ. ക്യാൻസർ വരെ വരും.
അപ്പൊ എന്തായാലും നമ്മുടെ പ്രശ്നേഷ് ചേട്ടന്റെ എക്സ്പ്ലനേഷൻ ഒന്ന് കേട്ടു നോക്കാം. അത് പ്രശ്നമാണ്, അത് പ്രശ്നേഷ് ചേട്ടൻ തന്നെ പറഞ്ഞു തരും. പ്രശ്നേഷ് ചേട്ടാ ഒന്ന് പറഞ്ഞു കൊടുത്തേ. എടാ വെയിലത്ത് കിടന്നോണ്ടല്ലേ ഞാൻ കയറി AC ഓൺ ആക്കിയത്, തണുത്തപ്പോ ഞാൻ അകത്ത് കയറി, അതിനെന്താ പ്രശ്നം? എടി ആക്ച്വലി പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് ഡയറക്റ്റ് വെയിലത്ത് കിടക്കുന്ന വണ്ടിക്കകത്തുള്ള ചൂട് ഒതുക്കാനായിട്ട് ഒന്ന് AC ഓൺ ആക്കി ഇച്ചിരി നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം സോൾവ് ആയി ആകെ സേഫ് ആയെന്നുള്ളത്. പക്ഷെ ഒരിക്കലും അങ്ങനെയല്ല കേട്ടോ, ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ചിന്താഗതി. അങ്ങനെ ചെയ്താൽ ക്യാൻസർ വരെ വരും, നിങ്ങൾ അവസാനം മാരകമായിട്ടുള്ള ഒരു രോഗിയായിട്ട് മാറും. എന്നാലും ബാക്കി കൂടെ കാര്യങ്ങൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഡയറക്റ്റ് വെയിലത്ത് കിടക്കുന്ന വണ്ടിക്കകത്തോട്ട് സൂര്യപ്രകാശം കയറുമ്പോഴത്തേക്കും വണ്ടിക്കകത്തുള്ള പ്ലാസ്റ്റിക്കിന്റെ അകത്ത് നിന്നൊക്കെ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന ഒരു കെമിക്കൽ റിലീസ് ആവുകയും ആ ഫ്യൂംസ് നമ്മുടെ വണ്ടിക്കകത്ത് മുഴുവൻ സ്പ്രെഡ് ആവുകയും ചെയ്യും. ആക്ച്വലി ആ ഒരു വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സിന്റെ മണമാണ് നമുക്ക് പ്ലാസ്റ്റിക്കിന്റെ മണമായിട്ടൊക്കെ തോന്നുന്നത്. ഇപ്പോൾ ചൂടായിട്ട് നിൽക്കുവാണെങ്കിലും AC ഓണാക്കി തണുപ്പിച്ചാലും അതിനെ ഫുള്ള് വണ്ടിയിൽ നിന്ന് ഒഴിവാക്കാണ്ട് നമ്മൾ വണ്ടിക്കകത്ത് ഇരുന്ന് ഫുള്ള് ക്ലോസ് ആക്കിയിട്ട് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ നല്ല പ്രോബ്ലംസ് ഉണ്ടാവും. ടെമ്പററി ആയിട്ട് നമുക്ക് കണ്ണിനൊരു ചൊറിച്ചിലോ അല്ലെങ്കിൽ മൂക്കിനോ തൊണ്ടയ്ക്കോ ഒരു ബുദ്ധിമുട്ടൊക്കെയാണ് തോന്നുന്നതെന്നുണ്ടെങ്കിലും ലോങ് ടൈമിൽ ഈ ഒരു എക്സ്പോഷർ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ലിവറിനും കിഡ്നിക്കും സെൻട്രൽ നെർവസ് സിസ്റ്റത്തിനൊക്കെ കംപ്ലൈന്റ് വരാനും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വരാനും ഒക്കെ ചാൻസ് ഉള്ളതുകൊണ്ട് വണ്ടിയുടെ എല്ലാ ഗ്ലാസും താഴ്ത്തിട്ടിട്ട് ഈ വോളറ്റൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് ചൂടായാലും തണുത്തായാലും അത് ഫുൾ എസ്കേപ്പ് ആയിട്ട് ഫുള്ള് ഫ്രഷ് എയർ കയറുന്നവരെ വെയിറ്റ് ചെയ്തിട്ട് മാത്രമേ ഫുൾ ക്ലോസ് ചെയ്തിട്ട് യാത്ര ചെയ്യാവുള്ളൂ. ഭയങ്കര ഒരു കാര്യം തന്നെ. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, വണ്ടിയുടെ ചില്ല് അങ്ങോട്ട് മൊത്തം അടിച്ച് പൊളിച്ചേക്കാം. വണ്ടിക്ക് ചില്ലേ വേണ്ട, ആ പുറത്തു നിന്ന് ഉള്ള ആ ഒരു എയറൊക്കെ അകത്തോട്ട് കയറുമല്ലോ. ശരിക്കും പറഞ്ഞാൽ അതാണ് നല്ലത്. അല്ലെങ്കിൽ പിന്നെ വണ്ടി അങ്ങോട്ട് കത്തിച്ചു കളഞ്ഞേക്കണം. ഇങ്ങനെ കെമിക്കലുകളൊക്കെ പുറത്ത് വിട്ട് ക്യാൻസർ വരുത്തുന്ന ആ വണ്ടിയൊക്കെ നമുക്ക് എന്തിനാ അങ്ങ് കത്തിച്ചു കളഞ്ഞേക്കണം. അല്ല, പുള്ളിക്കാരൻ എന്തൊക്കെയായി പറയുന്നത്? ഈ ടെക്നോളജി വികസിച്ച കാര്യമൊക്കെ ഈ പുള്ളിക്കാരൻ അറിഞ്ഞില്ല ഇതുവരെ. ഈ എല്ലാ AC-ലും ഉള്ള ഒരു സെറ്റിംഗ്സ് ഒക്കെ ഉണ്ട്. ഈ ഉള്ളിലുള്ള ആ എയർ ഫ്ലോ പുറത്തേക്ക് പോകാനും പുറത്തു നിന്നുള്ളത് അകത്തേക്ക് വരാനും ഉള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പൊ AC-ലുണ്ട്. ഈ സെറ്റിംഗ്സ് ഒക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വന്ന ഓരോ കാര്യങ്ങളാണ്. അല്ല, ഇതൊക്കെ മനസ്സിലാക്കി ഇങ്ങേർക്ക് എവിടെ നിന്ന് സമയം? സാനിറ്റൈസർ അടിച്ചും അല്ലാണ്ട് ഈ ഭാര്യനെ ഉപദേശിച്ചു നടക്കലല്ലേ ഇവന്റെ പണി. എന്തായാലും നല്ല ബെസ്റ്റ് ഉപദേശം. അടുത്ത ഉപദേശം എന്താണെന്ന് നമുക്ക് കേട്ടു നോക്കാം. എന്തെടുക്കാൻ പോണു? അഴയ തുണി വിരിക്കാൻ പോണ? എന്തു അടിച്ചു എന്ന്? എന്താണ് വെച്ചു നിനക്ക്? അഴയില്ലാതെ തലയിൽ വിരിക്കും. തലയിലേക്ക് തന്നെ വിരിക്കുക, അതാ നല്ലത്. എന്നിട്ട് പഞ്ചായത്തിൽ കൂടെ 2 റൗണ്ട് ഓടിക്കുക. അല്ല, ഇവൻ എന്താണ്, ഇവന്റെ പ്രശ്നം എന്താണ്? അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഇനി അഴയ തുണി വിരിച്ചാൽ വല്ല ക്യാൻസറും വരുമോ? മിക്കവാറും അതും വരുമെന്നാ തോന്നുന്നത്. അതിന്റെ വിശദീകരണം കൂടെ ഒന്ന് കേട്ടോ. എനിക്ക് ഞാൻ പറഞ്ഞ തലയിലോട്ട് വിരിക്കാൻ. നീ അഴയുടെ സാഹചര്യം നോക്കി, അതായത് നല്ല ഏജ് ആയിട്ട് ഒരുപാട് ഡാമേജ് വന്നിട്ടുള്ള കേട്ടില്ലേ? അങ്ങനെ അഴയ്ക്കും വയസ്സായെന്ന്. ആ ഏജ് കൂടിയെന്ന് അഴയ്ക്ക്. വയസ്സായ അഴയ്ക്ക് ഒരിക്കലും തുണി വിരിക്കാൻ പാടില്ല മക്കളെ, ക്യാൻസർ വരും. അണ്ണൻ തന്നെ അത് പറഞ്ഞു തരുന്നത് കേട്ടോ നോക്ക്. ഇതിപ്പം ചകിരിയുടെ അഴയായിരുന്നുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. പ്ലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ അതിനകത്തുനിന്ന് റിലീസ് ആവുന്ന മൈക്രോ പ്ലാസ്റ്റിക് എല്ലാം നമ്മുടെ ഡ്രസ്സിലോട്ട് ആവുകയും ഇത് നനച്ചിട്ട് ഇടുമ്പോഴത്തേക്കും കൂടുതൽ ഇതിനകത്തോട്ട് അബ്സർവ് ആവുകയും ചെയ്യും. ഈ കെമിക്കൽസ് എല്ലാം സ്കിന്നിൽ പറ്റുമ്പോഴത്തേക്കും അത് നമ്മുടെ സ്കിന്നിൽ നിന്ന് ബ്ലഡിലോട്ട് വലിച്ചെടുക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം ചെറിയ അസുഖങ്ങൾ മാത്രമല്ല, ചിലപ്പോൾ റാഷസും ചൊറിച്ചിലും മാത്രമല്ല വേറെ വേറെ അസുഖങ്ങളിലേക്കൊക്കെ ഇത് പോകാൻ ചാൻസ് ഉണ്ട്. പ്രത്യേകിച്ചും ഇടുന്ന ഡ്രസ്സ് മാത്രമല്ല, നമ്മൾ തോർത്ത് വിരിക്കുമ്പോഴത്തേക്കും അതിൽ നിന്ന് നമ്മൾ മുഖവും അല്ലെങ്കിൽ നമ്മുടെ പ്രൈവറ്റ് പാർട്സും ഒക്കെ തുടയ്ക്കുമ്പോൾ അവിടെ കൂടെ അബ്സോർപ്ഷൻ ഒക്കെ വരാം, അവിടെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇൻഫെക്ഷൻ ഒക്കെ വരാം. കുഞ്ഞു പിള്ളേരുടെ ഡ്രസ്സൊക്കെ ഇങ്ങനെയുള്ള അഴയിലൊക്കെ വിരിച്ചു കഴിഞ്ഞാൽ അതും വേറെ വേറെ അസുഖങ്ങളിലേക്കും ബുദ്ധിമുട്ടുകളിലേക്കൊക്കെ പറഞ്ഞ ഇല്ലായിരുന്നെങ്കിൽ വീട്ടിലുള്ള എല്ലാവരും ക്യാൻസർ വന്ന് മരിച്ചേനെ. അണ്ണൻ എന്തായാലും സമ്മതിച്ചു കൊടുക്കണം, ഒരു മഹാസംഭവം തന്നെയാണ് കേട്ടോ. വന്നിപ്പോ ഇവൻ കാരണം ഭൂമിയിൽ ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. ഐസ്ക്രീം ഫ്രിഡ്ജിൽ വെച്ചാ പ്രശ്നം, ഡ്രസ്സ് അഴയിൽ വിരിച്ചാ കുഴപ്പം, കാറിൽ കയറി ഡോർ അടച്ചാ പ്രശ്നം. ബാക്കി കൂടെ ആണോ? എപ്പോഴും നമ്മുടെ അഴയുടെ ഹെൽത്ത് നോക്കിക്കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് അഴയുടെ ഹെൽത്ത് ചെക്കപ്പ് നടത്തുന്നത് വളരെ നല്ലതായിരിക്കും. എന്നിട്ട് അതിന്റെ വേണമെങ്കിൽ റിസൾട്ട് എന്താന്നുള്ളത് പ്രശ്നേഷ് അണ്ണനെ തന്നെ അയച്ചു കൊടുക്കണം. അങ്ങനെ അണ്ണന്റെ അപ്രൂവല് കിട്ടിയാ ഓക്കെയാണ്. ബാക്കി കൂടെ കേൾക്കാം. പ്രോപ്പർ ആയിട്ടുള്ള സമയങ്ങളിൽ പുതിയ അഴ കെട്ടുകയും പഴയ അഴയുടെ പ്ലാസ്റ്റിക് പ്രോപ്പർ ആയിട്ട് ഡിസ്പോസ് ചെയ്യുകയും ചെയ്യുക. ഈ അണ്ണൻ ഇല്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഒരുപാട് ആളുകൾ ക്യാൻസർ വന്ന് ചത്തേനെ. അണ്ണനെ പോലുള്ള ആളുകളാണ് ഈ നാടിന്റെ മുതൽക്കൂട്ട്. എന്തായാലും ഇവന്റെ ഒടുക്കത്തെ ഉപദേശം കൊണ്ട് ഭാര്യ തന്നെ സഹികെട്ടിരിക്കുകയാണെന്നാണ് തോന്നുന്നത്. നമുക്ക് തന്നെ ഇവന്റെ വീഡിയോസ് കണ്ടിട്ട് സഹിക്കാൻ പറ്റില്ല. അപ്പൊ അവന്റെ ഭാര്യയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയേ. കഴിഞ്ഞില്ല കേട്ടോ, ഇനിയും ഉണ്ട് ഇവന്റെ ഒരുപാട് വീഡിയോസ്. സമയപരിമിതി കാരണം ഞാൻ ഇത്രയൊക്കെ ഒതുക്കുന്നുള്ളൂ. അപ്പൊ എന്തായാലും എനിക്ക് കൂടുതലൊന്നും ഇവിടെ പറയാനില്ല. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് വെച്ചാൽ താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ ബൈ ബൈ.